ഉൾവട്ടത്തിലേക്ക് സ്വാഗതം. ജീവിതത്തിൽ പുതിയൊരു തുടക്കമിടാൻ കൊതിക്കാത്ത ആരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ടോ? നടക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും വീണും പിന്നെ വീണിടത്ത് നിന്ന് എഴുന്നേറ്റും വീണ്ടും വീണും പിന്നെയും നടക്കാൻ ശ്രമിച്ചും അങ്ങനെ 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 നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രകൾ. ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് നടക്കുമ്പോഴും നമ്മൾ വെട്ടത്തെ സ്വപ്നം കാണാറുണ്ട്. ശരിയും, നമ്മളെല്ലാവരും ഒരു പുതിയ തുടക്കത്തെ ധ്യാനിക്കുന്നവരാണ്, പുതിയ തുടക്കത്തിനു വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഇന്ന് പുതിയ തുടക്കമിടുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഉൾവട്ടത്തിൽ പുതിയൊരു തുടക്കമിടുന്നതിനെക്കുറിച്ച് ധ്യാനിക്കാം. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? ഹൗ ഓൾഡ് ആർ യു? നിങ്ങൾക്ക് ഈ ചോദ്യം കേൾക്കുമ്പോൾ ചെറിയൊരു ചിരി നിങ്ങളുടെ ചുണ്ടുകളിൽ നിറഞ്ഞു വരും. ഹൗ ഓൾഡ് ആർ യു? നിങ്ങൾക്ക് എത്ര പ്രായമുണ്ട്? കലണ്ടർ പ്രായമല്ല, ശരീരത്തിൻ്റെ പ്രായമല്ല ഞാനിവിടെ ചോദിക്കുന്നത്. പുതിയൊരു തുടക്കമിടാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? അല്ലെങ്കിൽ കുറച്ചുകൂടി വ്യക്തതയിൽ, ക്രിസ്തുവിൽ നവജീവിതം ആരംഭിച്ചിട്ട് എത്ര നാളായി? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇടയ്ക്ക് ധ്യാനിക്കുന്നത് വളരെ നല്ലതാണ്. ബുദ്ധ ചരിതത്തിൽ നിന്നും ഒരേട്. പ്രസേനജിത്ത് രാജാവ് ബുദ്ധനുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ആശ്രമത്തിൽ നിന്നും വന്ന 82 വയസ്സുള്ള ഒരു വൃദ്ധ ഭിക്ഷു, അദ്ദേഹം ഉപചാരപൂർവം വണങ്ങി. അപ്പോൾ ബുദ്ധൻ വിചിത്രമായൊരു ചോദ്യം, താങ്കൾക്ക് എത്ര വയസ്സുണ്ട്? ബുദ്ധ സന്യാസി കുലീനമായ പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, 2 വയസ്സ്. അപ്പോൾ ബുദ്ധൻ പറഞ്ഞു, നല്ലത്, നന്നായിട്ട് തന്നെ മുന്നേറുക. പ്രസേനജിത്ത് രാജാവ് അമ്പരപ്പോടുകൂടി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അയാൾ ബുദ്ധനോട് ചോദിക്കുന്നു, വിചിത്രമായ ചോദ്യം, അതിവിചിത്രമായ ഉത്തരം. എന്താണ് ഇതിൻ്റെ പൊരുൾ? 82 വയസ്സ് തോന്നിക്കുന്ന ഒരാളോട് എത്ര വയസ്സായെന്ന് ചോദ്യം. അയാൾ പറയുന്നു 2 വയസ്സെന്ന്. എന്താണത്? അപ്പോൾ ബുദ്ധൻ പറയുന്നു, ഇവിടെ ഞങ്ങൾ ഒരാളുടെ പ്രായം എണ്ണുന്നത് അയാളുടെ ശാരീരികമായ വളർച്ചയുടെ ദിനങ്ങൾ കണക്കാക്കിയല്ല, മറിച്ച് ഒരാൾ അറിവിൽ നിറവിൽ പിറന്നതിനെക്കുറിച്ച് ഓർത്താണ് ഞങ്ങൾ ഒരാളുടെ പ്രായം എണ്ണുന്നത്. ഈ മനുഷ്യൻ ഒരു ചത്ത ജീവിതം നയിച്ചയാളാണ്, ഒരു ലക്ഷ്യവുമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നയാളാണ്. അതിന് ജീവിതമൊന്നും വിളിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ യഥാർത്ഥ അറിവിൽ നിറവിൽ അയാൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷങ്ങളെ ആയിട്ടുള്ളൂ. അതിനുശേഷം ബുദ്ധൻ പ്രസേനജിത്തിൻ്റെ നേരെ നോക്കിയിട്ട് അടുത്ത ചോദ്യം, നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? അദ്ദേഹത്തിന് ഉത്തരവൊന്നുമില്ല. അപ്പോൾ ബുദ്ധൻ പറയുന്നു, നിങ്ങൾ ജനിച്ചിട്ട് തന്നെയില്ല, കൊന്നും കൊല്ലിച്ചും ചത്തും ചത്തൊടുങ്ങിയും ചത്ത ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങളെന്നാണ് ജനിക്കുക? എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, നിക്കോദേമസ് കർത്താവിനെ തേടി രാത്രിയിൽ വന്നു. അതൊരു പ്രതീകാത്മകതയാണ്. ഇരുട്ടത്ത് നിന്ന് വെട്ടത്തിൻ്റെ വീട്ടിലേക്ക് ഒരാൾ വരികയാണ്, ഉൾവട്ടം തേടിയാണ്. ഈ നിക്കോദേമോസിനോട് കർത്താവ് ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്, നീ എന്നാണ് ജനിക്കുക, വീണ്ടും ജനിക്കുക? ആത്മാവിൽ വീണ്ടും നീ എന്ന് ജനിക്കും? ആത്മാവിൽ വീണ്ടും ജനിക്കുന്നതിനെക്കുറിച്ച് ധ്യാനിച്ച് നിക്കോദേമോസ് പിന്നീട് വെട്ടമുള്ള മനുഷ്യനായിട്ട് മാറി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം, ഞാനിപ്പോൾ വീണ്ടും ജനിച്ച ആൾ തന്നെയാണോ, അതോ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന മട്ടിൽ വെറുതെ എങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്? ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം ഞാൻ കണ്ടെത്തണം. അങ്ങനെ കൃത്യമായ ഉത്തരം കണ്ടെത്തി കഴിയുമ്പോൾ എൻ്റെ ജീവിതം തന്നെ സുന്ദരമായി മാറും. ഇന്ന് നമുക്ക് പുതിയ തുടക്കമിടുന്നതിനെക്കുറിച്ച്, പുതിയൊരു പിറവി ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാം. പുതിയ പിറവി വേണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. അത് സത്യത്തിൽ സ്നേഹത്തിൻ്റെ നിബന്ധനകൾ മാത്രമാണ്. ഒന്നാമത്തെ നിബന്ധന, പുതുപ്പിറവി വേണമെങ്കിൽ
ഞാൻ വീണ്ടും മരിക്കാൻ തയ്യാറാകണം. അതായത് വീണ്ടും ജനിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വീണ്ടും മരിക്കാൻ തയ്യാറാകണം. ഈ വീണ്ടും മരിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? മദർ തെരേസയെ ഇൻ്റർവ്യൂ ചെയ്യുന്ന പത്രക്കാർ അവർ ചോദിക്കുന്നു, അമ്മ എപ്പോഴും വളരെ ഹാപ്പിയാണ്, എപ്പോഴും ഫ്രഷാണ്, എപ്പോഴും യൂത്ത്ഫുള്ളാണ്, എപ്പോഴും മുഖത്തൊരു പുഞ്ചിരിയുണ്ട്. അമ്മ ഈ യൂത്ത്ഫുൾനെസ് എങ്ങനെയാണ് കീപ്പ് ചെയ്യുക? മദർ തെരേസ പറഞ്ഞു, എവറി മോമെൻറ്റ് ദർ ഇസ് എ ഡെത്ത് ആൻഡ് എവറി മോമെൻറ്റ് ദർ ഈസ് എ റിസറക്ഷൻ. അവർക്ക് ഉത്തരം മനസ്സിലായില്ല. മദർ തെരേസ പറയുന്നു, ഓരോ നിമിഷത്തിലും ഞാൻ എൻ്റെ ഈഗോയെ കൊല്ലുന്നു, ഓരോ നിമിഷത്തിലും ഞാൻ ഈശോയിൽ വീണ്ടും പിറക്കുന്നു, ഉയർത്തെഴുന്നേൽപ്പിന് അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. അങ്ങനെയുള്ള ഒരു ജീവിതശൈലിയാണ്. അതുകൊണ്ടാണ് മദർ തെരേസ എപ്പോഴും യൂത്ത്ഫുള്ളായിട്ടിരിക്കുക. അപ്പം നമ്മുടെ ഉള്ളിൽ ശരിക്കും ഇല്ലാതാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഈ വിശുദ്ധ വാര ദിനങ്ങളിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഉള്ള വളരെ രസകരമായ കൗതുകമുണർത്തുന്ന ഒരു രീതിയുണ്ട്. ലക്വേമേ ദി ഹൂദാസ് എന്ന പേരിൽ. അതിൻ്റെ അർത്ഥം ബേണിംഗ് ഓഫ് ജൂഡസ് ഇസ്കരിയറ്റ്, യൂദാസ് കറിയത്തയെ കത്തിക്കൽ. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു രീതിയില്ല. എന്താണ് ഈ പുരാതനമായിട്ടുള്ള രീതി? പള്ളിയിൽ ദുഃഖ വെള്ളിയാഴ്ചയുടെ ആചരണങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും പള്ളിയുടെ മുമ്പിൽ വന്നു നിൽക്കും, ചർച്ച് സ്ക്വയറിൽ. അവിടെ വന്നു നിന്ന് പ്രതീകാത്മകമായ ഒരു രംഗം ഇനി അരങ്ങേറുകയാണ്. വലിയ ഒരു പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ടാവും യൂദാസ് കറിയോത്തയുടെ, വൈക്കോലും പേപ്പറും മറ്റും ഉപയോഗിച്ചുകൊണ്ട്. ഇനി എല്ലാവരും വളരെ ധ്യാനപൂർവം അവരവരുടെ ഉള്ളിലുള്ള ഒറ്റുകാരനെക്കുറിച്ച്, ഒറ്റുകാരിയെക്കുറിച്ച് ചിന്തിക്കും. അതായത് എല്ലാവരുടെ ഉള്ളിലും വളഞ്ഞ വഴികളുണ്ടല്ലോ. എല്ലാവരുടെ ഉള്ളിലും വളരെ ക്രൂരതയോടുകൂടി സ്നേഹിക്കുന്നവരെ പോലും മരണത്തിലേക്ക് വലിച്ചിഴച്ച് കളയുന്ന ഏതൊക്കെയോ പ്രവണതകളുണ്ടല്ലോ. ശരിയില്ല ശീലങ്ങളുണ്ട്, ശരിയില്ല ചിന്താ ശൈലികളുണ്ട്. അപ്പോൾ ഇതൊക്കെ കത്തിച്ച് ഇല്ലാതാക്കണം. അതാണ് ബേണിംഗ് ഓഫ് ജൂഡസ് ഇസ്കരിയറ്റ്. നമ്മുടെ ഉള്ളിലുള്ള ഒറ്റുകാരിയെ ബേൺ ചെയ്ത് ഒരു ഡെത്തിലൂടെ റിസറക്ഷനിലേക്ക്, ബർത്തിലേക്ക് പ്രവേശിക്കുകയാണ്, പുതിയ തുടക്കമിടുക. അങ്ങനെയാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തെ, അകത്തേക്ക് നോക്കുക. ഉൾവട്ടത്തിൽ ഉൾക്കണ്ണുകൊണ്ട് അകത്തേക്ക് നോക്കുക. നമ്മുടെ ഉള്ളിൽ മാറ്റേണ്ട എന്തെല്ലാം കാര്യങ്ങളുണ്ട്. നമ്മൾ ചില നേരങ്ങളിൽ വെള്ളയടിച്ച കുഴിമാടം പോലെയാണ്. പുറത്തു നോക്കുമ്പോൾ ഫൈൻ, ഫണ്ടാസ്റ്റിക്, വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ. പക്ഷെ അകത്ത് ജീർണതയുണ്ട്. ജീർണതയുടെ ദുർഗന്ധം പുറത്തേക്ക് വമിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനെ താൽക്കാലിക സ്പ്രേകൾ കൊണ്ട് ഇല്ലാതാക്കിയിട്ട് നമ്മളൊരു ചിരിയൊക്കെ ചിരിച്ചടക്കുകയാണ്. വല്ലാത്തൊരു പ്ലാസ്റ്റിക് പുഞ്ചിരിയുമായിട്ട് അകത്തെ ജീർണതയെ മറച്ചു വെച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു മരണം സംഭവിക്കണം. ഈഗോയുടെ മരണം, ശരിയില്ല ചിന്തകളുടെ മരണം, ശരിയില്ല മനോഭാവങ്ങളുടെ മരണം, ശരിയില്ല കൂട്ടുകളുടെ മരണം. അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ജീവിതം പുതുക്കപ്പെടും. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ നിബന്ധന, നമ്മളൊരു പുതുപിറവിക്ക് തുടക്കമായിട്ട് ഒരു പുതു സ്നാനം ഏൽക്കണം. പുതു സ്നാനം ഏറ്റെടുക്കുന്നവരായി നമ്മൾ മാറണം. ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ വിശുദ്ധ വാരങ്ങളിലെ മൺഡേ, വെറ്റ് മൺഡേ എന്നറിയപ്പെടാറുണ്ട്. നിങ്ങളതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പല രാജ്യങ്ങളിലും ഈ വെറ്റ് മൺഡേ സെലിബ്രേഷൻ നടക്കാറുണ്ട്. എന്താണ് ഈ വെറ്റ് മൺഡേ എന്ന് പറയുന്നത്? അതായത് ആളുകൾ ശരിക്കും വീടുകളൊക്കെ കഴുകി വൃത്തിയാക്കും. വീടുകൾ മാത്രമല്ല, ആളുകളെ കഴുകി വൃത്തിയാക്കും. ആളുകളുടെ മേൽ വെള്ളമൊഴിച്ച് ആളുകളൊക്കെ ശുദ്ധിയാക്കും. പരസ്പരം വെള്ളം ചീറ്റിച്ച് അതൊരു സെലിബ്രേഷൻ പോലെ, ആഘോഷം പോലെയൊക്കെ ആക്കി മാറ്റാറുണ്ട് ചിലർ. പക്ഷെ അതിൻ്റെ ആന്തരിക അർത്ഥം എന്താണ്? ക്രിസ്തുവിൽ പൊതുജീവിതത്തിന് തുടക്കമിടുക. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, പഴയ മനുഷ്യൻ കടന്നുപോയി, ഇനി പുതിയ മനുഷ്യനാണ്. രാത്രി കടന്നുപോയി, പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. പ്രകാശത്തിൻ്റെ ആയുധങ്ങൾ ധരിച്ച് മുന്നോട്ട് പോവുക. ഇതാണ് ഈ പ്രതീകാത്മകത എന്ന് പറയുന്നത്. ഹൈന്ദവ പാരമ്പര്യത്തിൽ സന്യാസത്തിനൊരുങ്ങുന്ന യുവാക്കൾ തലമുണ്ടനം ചെയ്യും. തലമുണ്ടനം ചെയ്ത് ഒരു മുടിനാരിയുടെ മാത്രം
തലയിൽ വെക്കും. എന്നിട്ട് ആ മുടിനാരിഴയിൽ പിടിച്ചുകൊണ്ട് വെള്ളത്തിൽ മുങ്ങുകയാണ്. വെള്ളത്തിൽ മുങ്ങി പൊങ്ങുമ്പോൾ ആ മുടിനാരിഴ പറിച്ചു കളയും. അത് പറിച്ച് കളയുന്നത് ഒരു പ്രതീകാത്മകതയാണ്. ദ ലാസ്റ്റ് അറ്റാച്ച്മെൻറ്റ്, അവസാനത്തെ ആശാപാശവും ഇല്ലാതാക്കുകയാണ്. അവസാനത്തെ ആശാപാശവും പറിച്ചെറിഞ്ഞ് കളഞ്ഞുകൊണ്ട് പുതുജീവിതത്തിൻ്റെ ദേശാടനം പുറപ്പാട് ആരംഭിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, നിങ്ങളുടെ ജീവിതത്തെ ഇപ്പോഴും കല്ലറയിൽ തളച്ചിടുന്ന ആ ലാസ്റ്റ് അറ്റാച്ച്മെൻറ്റ് അതെന്താണ് എന്ന് ആലോചിച്ച് നോക്കുക. ഏതോ ശരിയില്ലാത്ത ഒരു ബന്ധമാണോ, ശരിയല്ലാത്ത ഒരു ശീലമാണോ, ശരിയല്ലാത്ത ഒരു ചിന്താധാരയാണോ? ഏതാണ് നിങ്ങൾ പറിച്ചറിയേണ്ട ലാസ്റ്റ് അറ്റാച്ച്മെൻറ്റ്? ഏത് അശുദ്ധിയിൽ നിന്നാണ് നമ്മൾ ശുദ്ധി ഇനി നേടിയെടുക്കേണ്ടത്? ആലോചിച്ച് നോക്കുക. ഈ ബെനഡിക്റ്റൈൻ പാരമ്പര്യത്തിൽ, പുരാതന ബെനഡിക്റ്റൈൻ ആശ്രമങ്ങളിൽ വളരെ രസകരമായ രീതി ഉണ്ടായിരുന്നു. ഒരു യുവാവ് സന്യാസിയാകാൻ വരുമ്പോൾ അയാൾ നേരത്തെ ധരിച്ചിരുന്ന വർണ്ണക്കുപ്പായം കൊണ്ടുവരണം. ആ വർണ്ണക്കുപ്പായം ആശ്രമ മേധാവി സ്വീകരിക്കും. എന്നിട്ട് ഇയാൾക്ക് സന്യാസ ജീവിതത്തിൻ്റെ പരിപരിക്കൻ വസ്ത്രം നൽകും. ഇനി അയാളുടെ കുടുസുമുറിയിൽ, സെല്ലെന്നാണ് അറിയപ്പെടുക, ആ കുടുസുമുറിയിൽ ഈ വർണ്ണക്കുപ്പായം തൂക്കിയിട്ടിട്ടുണ്ട്. അതായത് പരിക്കൻ വസ്ത്രം അണിഞ്ഞ് സന്യാസത്തിൻ്റെ വഴികളിലൂടെ നടക്കുന്ന ഈ ചങ്ങാതിക്ക് എപ്പോഴും കാണാം താൻ പണ്ട് ധരിച്ചിരുന്ന വർണ്ണക്കുപ്പായം. അയാൾക്ക് ഓർക്കാം തൻ്റെ വർണ്ണ വൈവിധ്യമാർന്ന ലോകത്തെക്കുറിച്ച്. തൻ്റെ പഴയ വഴികളെ ഇയാൾക്ക് അനുസ്മരിക്കാം. പക്ഷേ ഇയാൾക്ക് എന്ന് വേണമെങ്കിലും ആ വർണ്ണക്കുപ്പായം നൽകുന്ന, വർണ്ണം നൽകുന്ന വൈവിധ്യത്തിൻ്റെ ലോകത്തിലേക്ക് മടങ്ങിപ്പോകാം. അയാൾക്ക് യാതൊരുവിധ തടസ്സങ്ങളുമില്ല. എന്നാൽ ഫൈനൽ പ്രൊഫഷൻ നടക്കുമ്പോൾ ഈ വർണ്ണക്കുപ്പായം കത്തിച്ചു കളയും. ഇനി തിരിഞ്ഞു പോക്കില്ല. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ഒരു പുതിയ തുടക്കത്തിനുള്ള സാധ്യതകൾ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. ആ പുതിയ തുടക്കമിടുവാൻ നമ്മൾ തയ്യാറാകണം എന്ന് മാത്രം. അപ്പോൾ പുതുപ്പിറവി എന്ന് പറയുന്നത് ഒരു പുതു സ്നാനമേഖലാണ്. ലാറ്റിൻ അമേരിക്കൻ സിനിമയിലെ ഫ്രെയിം മനസ്സിലിങ്ങനെ വന്നിറയുകയാണ്. ഏതൊക്കെയോ കുറ്റങ്ങളാലും കുറവുകളാലും പരസ്പരം പിരിഞ്ഞുപോയ ഭാര്യ ഭർത്താക്കന്മാർ. ഒരു ഈസ്റ്റർ സീസണിൽ രണ്ടുപേരും, ഭാര്യയും ഭർത്താവും പിണങ്ങി പിരിഞ്ഞവർ, അവരുടെ തറവാട്ട് മുറ്റത്ത് വന്നിരിക്കുകയാണ്. ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു, പണ്ട് ഞാൻ നിങ്ങളെ കാത്ത് ഈ ഗേറ്റിനരികെ നിൽക്കും, നിങ്ങൾ കൃത്യസമയത്ത് വരും. അപ്പോൾ അയാൾ പറഞ്ഞു, നീ ഇപ്പോൾ കാത്തിരിക്കാറുമില്ല, ഞാൻ കൃത്യമായിട്ട് വീട്ടിൽ വരാറുമില്ല. അപ്പോൾ അവൾ പറഞ്ഞു, പണ്ട് നമ്മൾ തിരുഹൃദയത്തിൻ്റെ രൂപത്തിന് മുമ്പിൽ തിരികളൊക്കെ കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അയാൾ പറഞ്ഞു, ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാറില്ല, ഇവിടെ തിരികൾ കത്താറുമില്ല, വെട്ടവുമില്ല, വെളിച്ചവുമില്ല ഈ വീട്ടിൽ. അയാൾ പറഞ്ഞു, പണ്ട് ഞാൻ നിൻ്റെ മടിയിൽ തലചായ്ച്ച് കിടക്കുമ്പോൾ നീ പാട്ട് പാടും, സുന്ദരമായി പാടും. അവൾ പറഞ്ഞു, ഞാനിപ്പോൾ പാടാറില്ല, നിങ്ങൾ എൻ്റെ അരികിൽ ഇരിക്കാറുമില്ല. പെട്ടെന്ന് അവൾ എന്തോ ഓർത്തിട്ട് അയാളോട് പറഞ്ഞു, എല്ലാം തീർന്നു പോയോ? അയാൾ പറഞ്ഞു, ഏയ് ഒന്നും തീർന്നിട്ടില്ല, എല്ലാം തുടങ്ങാവുന്നതേ ഉള്ളൂ. ഉള്ളിൽ നന്മയൊക്കെ ഇല്ലേ, സ്നേഹമില്ലേ, ആഗ്രഹങ്ങളില്ലേ, പിന്നെ ചില തെറ്റിദ്ധാരണകൾ, കുറെ കുറവുകളെക്കുറിച്ചുള്ള ചിന്തകൾ, എല്ലാം നല്ലതെല്ലാം തുടങ്ങാവുന്നേ ഉള്ളൂ. അവർ രണ്ടുപേരും മുറ്റത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് മഴ പെയ്തു. ആ മഴപ്പെയ്ത്തിൽ പുതു സ്നാനമേറ്റവരായിട്ട് പുതിയ തുടക്കത്തിന് വേണ്ടി ഒരുങ്ങി അവരങ്ങനെ നിന്നു. നമ്മളുടെ ജീവിതത്തിൽ ദൈവം ഒരു പുതു സ്നാനത്തിൻ്റെ സാധ്യതകൾ നൽകുന്നുണ്ട്. ദൈവം പുതിയ തുടക്കമിടാൻ നമുക്ക് ഒരു വഴികാട്ടി തരുന്നുണ്ട്. കൈപിടിക്കാൻ മാലാഖമാരെ അയക്കുന്നുണ്ട്. നിന്റെ കാല് വഴുതുവാൻ ഞാൻ ഇടവരുത്തുകയില്ല, നിന്റെ കാലിൽ മുള്ളു തട്ടാതിരിക്കുവാൻ വേണ്ടി എൻ്റെ മാലാഖമാരെ ഞാൻ അയക്കുന്നുണ്ട്. ദൈവം ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ ശ്രമിക്കേണ്ടതല്ലേ എപ്പോഴും. മൂന്നാമത്തെ കണ്ടീഷൻ, ഒരു പുതിയ തുടക്കമിടാൻ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, പുതുപിറവി നമ്മൾ സ്വപ്നം കാണുകയാണെങ്കിൽ, ഓർക്കണം, നമ്മൾ നമ്മുടെ ഉള്ളിൽ കൊന്നുകൂട്ടിയിട്ടിരിക്കുന്ന ആളുകൾക്കും ഒരു പുതുപിറവി കൊടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
ചരിത്രത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കൊന്ന് സഞ്ചരിക്കാം. 1759 യൂറോപ്പിൽ വലിയ പ്ലേഗായിരുന്നു. ആളുകൾ പുറത്തിറങ്ങാൻ വയ്യാത്ത വിധത്തിൽ അകത്ത് അടഞ്ഞുകൂടി കിടക്കുന്ന അവസ്ഥ. ദുഃഖവെള്ളി വന്നു, ആഘോഷങ്ങളൊന്നുമില്ല, വലിയ പരിഹാര പ്രദക്ഷിണങ്ങളൊക്കെ നടക്കേണ്ടതാണ്, ഇത് നടന്നിട്ടില്ല. അപ്പോൾ മലാഖ എന്നറിയപ്പെടുന്ന ഒരു പ്രവിശ്യയിലെ ഒരു ജയിലിലെ കുറേ കുറ്റവാളികൾക്ക്, അവിടുത്തെ അന്തേവാസികൾക്ക് വല്ലാത്തൊരു ചിന്ത. അവരുടെ പള്ളിയിലൊന്ന് പോയി ആ ഈശോയുടെ രൂപം വഹിച്ചുകൊണ്ടുള്ള യാത്ര നടത്തണം. ആരും പുറത്തിറങ്ങുന്നില്ലല്ലോ പ്ലേഗ് ആയതുകൊണ്ട്. ഇവരൊരു കടന്ന കൈ ചെയ്തു. ജയിൽ ഭേദിച്ച് പുറത്തു പോയി ഈശോയുടെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ട് അവർ മാത്രമുള്ള ഒരു വിലാപയാത്രയൊക്കെ നടത്തി. അതിനുശേഷം പള്ളിയിൽ ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിൽ തന്നെ അവർ ആ രൂപം പുനഃസ്ഥാപിച്ചു. എന്നിട്ട് അവർ വീട്ടിലേക്കൊന്നും ഓടിപ്പോയില്ല. അവർ എന്താ ചെയ്തത്? അവർ ജയിൽ വാർഡൻ്റെ അടുക്കൽ തിരികെ ചെന്നു. എന്നിട്ട് ജയിൽ പുള്ളികളുടെ ജീവിതം തുടർന്നു. അന്നത്തെ രാജാവ് കാർലോസ് മൂന്നാമൻ, അദ്ദേഹത്തിന് ഇവരുടെ വലിയ സ്നേഹപ്രകടനം അത്ഭുത ആയിട്ട് തോന്നി. അദ്ദേഹം അത്ഭുതകരമായ മറ്റൊരു കാര്യവും ചെയ്തു. ഇവരെല്ലാവരും രക്ഷപ്പെടാനുള്ള സാധ്യത ഉണ്ടായിട്ട് തിരികെ വന്നവരാണല്ലോ. അവർ ഈ ജയിൽ ഭേദിച്ച് പുറത്തു പോയത് അവരുടെ ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ. അദ്ദേഹം അവർക്കെല്ലാവർക്കും നിരുപാധിക ക്ഷമ നൽകി എല്ലാവരെയും പറഞ്ഞയച്ചു. അന്നു മുതൽ 1759 മുതൽ ഈ 2026 വരെ സ്പെയിനിൽ ഈ മലാക്ക എന്ന പ്രവിശ്യയിൽ ഒരു ക്രിമിനലിനെ ജയിൽ വിമുക്തനാക്കും. സാമാന്യ നന്മ കാണിക്കുന്ന, ഇംപ്രൂവ്മെൻ്റ് സാധ്യതകൾ കാണിക്കുന്ന ആളെ ജയിൽ വിമുക്തനാക്കും. അതിന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇനി നന്നാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പുതുപ്പിറവി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആദ്യം നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ കൊന്നുകൂട്ടിയിട്ടിരിക്കുന്ന ആളുകൾക്കൊരു പുതുപ്പിറവി നൽകുക. ഞാൻ ആവർത്തിക്കുകയാണ്. ശരിക്കും ആലോചിച്ച് നോക്കുക. ചെറിയ തെറ്റിൻ്റെ പേരിലോ വലിയ തെറ്റിൻ്റെ പേരിലോ ആരെയൊക്കെയോ നമ്മൾ നമ്മുടെ ധാരണകളുടെ കഴുമരത്തിൽ തൂക്കിയിട്ടിരിക്കുകയാണ്. ഇന്നോ നാളെയോ മറ്റന്നാളോ വധശിക്ഷ നടപ്പിലാക്കപ്പെടും. അങ്ങനെ നിങ്ങളുടെ ദയാദാക്ഷിണ്യത്തിനു വേണ്ടി കൈ നീട്ടി എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് തൂങ്ങിക്കിടക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഒരവസരം കൂടി കൊടുത്ത്, കനിവിൻ്റെ ഇത്തിരി വെള്ളം കൊടുത്ത് ജീവനിലേക്ക് പിച്ചവെക്കാൻ സഹായിക്കലല്ലേ സത്യത്തിൽ പുതിയ തുടക്കം എന്നൊക്കെ പറയുന്നത്. വെറുതെ നിങ്ങൾക്കിന്ന് സമയമുണ്ടെങ്കിൽ വെറുതെ ലിസ്റ്റ് എടുത്ത് നോക്കുക. ജീവിതത്തിൽ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഔട്ടാക്കിയവരുടെ എണ്ണം എത്രയാണ്? അതായത് നിസ്സാര കാര്യങ്ങൾക്ക് ഓരോ ദിവസവും ഓരോരുത്തരും ഔട്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഔട്ടാക്കി ഇപ്പോൾ ഇന്നായിട്ടുള്ളത് ആരാണ്? ഒരു വിശുദ്ധൻ വാർഷിക ധ്യാനത്തിന് 2 ചോദ്യങ്ങളെ ചോദിക്കൂ. ഒന്നാമത്തെ ചോദ്യം, ഹൗ മെനി ഇൻ, എത്ര പേര് അകത്തുണ്ട്? ഹൗ മെനി ഔട്ട്, എത്ര പേര് ഔട്ടുണ്ട്? എത്ര പേര് അകത്ത്, എത്ര പേര് പുറത്ത്? ആ ചോദ്യത്തിന് ഉത്തരം തിരയിലാണ് അദ്ദേഹത്തിന് ധ്യാനം എന്ന് പറയുന്നത്. ആ ചോദ്യം ചോദിക്കുന്നത് നല്ലതാണ്. ഇത്രയും നാളുകൊണ്ട് എത്ര പേരാണ് ഔട്ടാക്കിയിരിക്കുന്നത്? നിസ്സാര കാര്യങ്ങൾക്ക് വരെ ഓരോരുത്തരെ ഔട്ടാക്കി ഇപ്പം എൻ്റെ ഉള്ളിൽ ഞാനും എൻ്റെ ഈഗോയും മാത്രമേ ഉള്ളൂ. എൻ്റെ ഈഗോ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് കർത്താവ് പോലും എൻ്റെ ഹൃദയ ദേവാലയത്തിൽ നിന്നും പുറത്തേക്ക് പോയിരിക്കുകയാണ്. പിന്നെ ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത് എൻ്റെ ഈഗോ, എൻ്റെ ഇഷ്ടം, എൻ്റെ ചിന്ത, എൻ്റെ ശൈലി, എൻ്റെ പ്രോജക്റ്റുകൾ, എൻ്റെ പദ്ധതി ഒരുക്കങ്ങൾ, അത്രമാത്രം. ഞാൻ എന്നിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ. അതിൽ നിന്നും ഒരു പുതിയ സ്നാനത്തിന് വേണ്ടി പുറത്തേക്ക് വരണം. അങ്ങനെ ചില ആളുകളെങ്കിലും നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്നൊന്ന് റിലീസ് ചെയ്യുക, നമ്മുടെ വെറുപ്പിൽ നിന്നൊന്ന് റിലീസ് ചെയ്യുക, നമ്മളുണ്ടാക്കിയിരിക്കുന്ന പ്രിസണുകളിൽ നിന്നും അവരെ ഒന്ന് റിലീസ് ചെയ്യുക. അതായിരിക്കും നല്ല ആഘോഷം എന്ന് പറയുന്നത്. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈസ്റ്റർ സൺഡേയിൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ പലതിലും ഈസ്റ്റർ ബാസ്ക്കറ്റുകൾ തയ്യാറാക്കുന്ന രീതിയുണ്ട്. എന്താണ് ഈസ്റ്റർ ബാസ്ക്കറ്റ്? അതായത് ഭക്ഷ്യ വിഭവങ്ങൾ നിറച്ച ഒരു ബാസ്ക്കറ്റാണ്. അതിന് തുടക്കത്തിൽ ഈ ബാസ്ക്കറ്റുമായിട്ട് ആളുകൾ അയൽപക്കങ്ങളിലേക്ക് ചെല്ലും. പാവപ്പെട്ട മനുഷ്യർക്ക് പ്രത്യേകമായിട്ട് ഇതിലുള്ള അപ്പങ്ങളും
ഇതിലുള്ള ഭക്ഷ്യവിഭവങ്ങളും നൽകും. അതാണ് ശരിക്കുള്ള ഈസ്റ്റർ ആചരണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിലൊരു മാറ്റം സംഭവിക്കുക. പ്രിയപ്പെട്ടവരെ, കർത്താവും നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കർത്താവ് അപ്പമായി തന്നെ തന്നെ തന്നു തീർക്കുന്നു. നമ്മൾ ഒടുക്കത്തെ വിശപ്പും ഒടുങ്ങാത്ത ദാഹവുമായി കർത്താവിനെ തിന്നു തീർക്കുന്നു. ഇതാണ് വ്യത്യാസം എന്ന് പറയുന്നത്. കർത്താവിലേക്കുള്ള ദൂരം കണ്ട് പേടിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക. ഈ ദുഃഖ ദുരിതങ്ങളെ ഒരുപാട് ധ്യാനിക്കരുത്. അനുഗ്രഹങ്ങളുണ്ടാകുക, സന്തോഷത്തോടു കൂടി നന്ദി പറയുക, എന്നിട്ട് നമ്മെ തന്നെ മുറിച്ചു നൽകാവുന്ന വിധത്തിൽ പാകപ്പെടുത്തിയെടുക്കുക, അപ്പമായിട്ട് പാകപ്പെടുത്തിയെടുക്കുക. അടുത്തിടെ പരിചയപ്പെട്ട ഒരു സ്ത്രീ അധ്യാപികയായിരുന്നു. അവരുടെ മകൻ ആക്സിഡൻറ്റിൽ മരിച്ചു, ബൈക്ക് അപകടത്തിൽ. അവർക്ക് 2 ചോയ്സ് ഉണ്ട്. ഒന്നുകിൽ ദുഃഖിച്ച് ദുഃഖിച്ച് കരഞ്ഞ് കരഞ്ഞ് കണ്ണീരുപ്പ് പാവ പോലെ ജീവിക്കാം, അതല്ലെങ്കിൽ കണ്ണീര് മായ്ച്ച് കളയുന്ന ഒരാളായിട്ട്, മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുവാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരാളായി ജീവിക്കാം. ഏതായിരുന്നു അവരുടെ ചോയ്സ്? അവരുടെ ചോയ്സ് ഒരു നന്മ നിറഞ്ഞ ചോയ്സായിരുന്നു. അവർ മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുന്ന ഒരാളായിട്ട് മാറാൻ തീരുമാനമെടുത്തു. പിന്നീടുള്ള അവരുടെ ജീവിതം അതിസുന്ദരമായിരുന്നു. അവർ അവരുടെ മകൻ്റെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. ഒരു അധ്യാപികയായിരുന്നല്ലോ, സൗജന്യ ട്യൂഷൻ. അവരുടെ ഉയർച്ച കണ്ടവർ സന്തോഷിച്ചു, മകനെ ഓർത്തു, ദൈവത്തിന് നന്ദി പറഞ്ഞു. പുതിയ തുടക്കമാണ്. അതുപോലെ തന്നെ അവർ വൃദ്ധമന്ദിരങ്ങളിലും മറ്റും പോയി ആളുകൾക്ക് ഭക്ഷണവും വസ്ത്രവും മറ്റും വിതരണം ചെയ്യും. മാത്രമല്ല, ഈ പക്ഷികൾക്കും മറ്റും വേണ്ടി അവർ ഭക്ഷണം ചുരുക്കൂട്ടി വഴിയോരങ്ങളിലൊക്കെ നടക്കും. ഭ്രാന്തൊന്നുമല്ല, സ്നേഹത്തിൻ്റെ ഒരു ആക്റ്റാണത്. വേനൽക്കാലത്ത് അവർ തണ്ണീർക്കുടങ്ങൾ ശേഖരിച്ചു വെക്കും. അവർ പറയുന്നു, അവറ്റകൾക്ക് കരയാൻ പറ്റില്ലല്ലോ, അവറ്റകൾക്ക് ദാഹമുണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ, നമ്മൾ കണ്ടറിഞ്ഞു കൊടുക്കണ്ടേ. ഇത് പറയുമ്പോൾ അവരുടെ മനസ്സിൽ തെരുവോരത്ത് ആക്സിഡൻറ്റിൽപ്പെട്ട് ചോരയെല്ലാം വാർത്ത് കിടന്ന മകൻ്റെ ചിത്രം വന്ന് കാണും. ഒരൊറ്റയാളും അവനെ സഹായിച്ചില്ല. അതൊരു ബിറ്റർ മെമ്മറിയാണ്. അതിനെ അവർ ബെറ്റർ മെമ്മറിയുടെ വാതിലാക്കി മാറ്റി. ഇങ്ങനെയൊക്കെയല്ലേ പുതിയ തുടക്കമിടാൻ സാധിക്കുക? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ചങ്ങാതി, ചത്ത് ജീവിക്കുന്നതിന് പകരം ജീവിച്ച് ഒരു ദിവസം മരിക്കാം. നല്ല യാത്ര നേരുന്നു.